നമസ്കാരം. ഞങ്ങളുടെ ഡൽഹി യാത്രയുടെ മറ്റൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുത്തബ് മിനാറിലേക്കാണ്. ഞങ്ങൾ നേരെ കരോൾ ബാഗിൽ നിന്നും ഒരു 10-20 കിലോമീറ്ററോളം യാത്ര ചെയ്യാനുണ്ട്. ബസ്സിലും അതുപോലെ തന്നെ വാനിലൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ കുത്തബ് മിനാർ എന്ന സ്ഥലത്തേക്ക്, അത് ഡൽഹിയിൽ തന്നെ മെഹ്റുളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുത്തബ് മിനാറിനെ പറ്റി ഒരുവിധം ആളുകൾക്കെല്ലാം ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച കാര്യമാണ്. കുത്തബുദ്ദീൻ ഐബക്ക് അദ്ദേഹമാണ് അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഒരു നില പണി കഴിപ്പിച്ചതും പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ രാജാക്കന്മാർ അതിൻ്റെ പണി തീർക്കുകയും ചെയ്തു. അതിലൊരു 100 വർഷത്തിൽ കൂടുതൽ സമയമെടുത്തു ഇതിൻ്റെ നിർമ്മിതിയുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉൾഭാഗങ്ങൾ കുത്തബ് മിനാറിനോട് ചേർന്നുള്ള കെട്ടിടങ്ങളൊക്കെയാണിത്. ആ പൗരാണികത നിലനിർത്തിക്കൊണ്ട് തന്നെ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. ഒരുപാട് സ്ഥലം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ചിത്രപ്പണികളൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ കല്ലിൻ്റെ മുകളിൽ കൊത്തിവെച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഈ കുത്തബ് മിനാറിൻ്റെ അടുത്തേക്ക് പോയത്. ഇതിന് 62 മീറ്റർ ഉയരമുണ്ട്. അതുപോലെ തന്നെ 5 നിലകളായിട്ടാണ്. മുമ്പ് പ്രവേശനം ഉണ്ടായിരുന്നു, ഇപ്പോൾ പ്രവേശനം ഇല്ല. അതിന് അവർ പറയുന്നത് അവിടെ 1980 മറ്റോ ഒരു വൈദ്യുതി തകരാറ് വന്നതിൻ്റെ പേരിൽ അവിടെ തിക്കിലും തിരക്കിലൊക്കെ പെട്ടിട്ട് 25ഓളം കുട്ടികൾ മരണപ്പെട്ടു. അപ്പം ഇത് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് ഇടുങ്ങിയ സ്ഥലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആൾക്കാർക്ക് രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ ചിലപ്പം മരണം വരെ സംഭവിക്കാവുന്ന അനുഭവങ്ങളുള്ളതുകൊണ്ടായിരിക്കാം ഇന്നവർ അതിലേക്ക് ഉള്ളിലേക്കുള്ള ഒരു പ്രവേശനം തന്നെ നിർത്തിയിരിക്കുകയാണ്. പുറമേ നിന്ന് നമുക്ക് കാണാം. പൂർണ്ണമായും ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ, എൻ്റെ അറിവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ ഒരു ഗോപുരം തന്നെയാണ് ഈ പറയുന്ന കുത്തബ് മിനാർ. അതിനോട് ചേർന്ന് തന്നെ ഉദ്യാനങ്ങളൊക്കെ ഉണ്ട്. നമുക്കവിടെ ഒക്കെ പോയിട്ട് എല്ലാ കാര്യങ്ങളും കാണാനും അതുപോലെ തന്നെ മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചരിത്രത്തിൽ വായിച്ച ചെറുപ്പകാലത്തിൽ നമ്മളൊക്കെ പഠിച്ചും അറിഞ്ഞതുമായ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ചരിത്രത്തിലേക്ക് നമ്മൾ അറിയാതെ പോവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ നിർമ്മിതി എനിക്ക് തോന്നുന്നത് 800 വർഷത്തിൻ്റെ മേലെയായി ഈ കുത്തബ് മിനാർ ഇങ്ങനെ നിർത്തുന്നു. അതിൻ്റെ മെയിൻറ്റെയിൻ അവർ ചെയ്യുന്നുണ്ട്. എന്നാലും അതിൻ്റെ ആ കല്ലിൻ്റെയൊക്കെ ബലം അതുകൊണ്ട് മാത്രമായിരിക്കാം ഇത് നശിക്കാതെ തന്നെ പോകുന്നുണ്ടല്ലോ. നല്ല ചുവന്ന ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇതിന് എനിക്ക് ഒരു പക്ഷേ ഇതിന് പോളിഷൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. അടുത്ത് പോകുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അത്രയും ഡൽഹിയിൽ ഇങ്ങനെ ഒരുപാട് നിർമ്മിതികളുണ്ട്. അപ്പം ഞങ്ങൾ താജ്മഹലൊക്കെ സന്ദർശിക്കാനുള്ള പരിപാടിയുണ്ട്. ഇന്ന് എന്തായാലും ഞങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്ന പ്രസിദ്ധമായൊരു ടെമ്പിൾ, അവിടത്തേക്ക് ഒന്ന് പോകണം. അതിനുശേഷം അവിടുന്ന് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം അവിടെ പോകാനുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലുള്ള ഒരു 2 മണിക്കൂർ സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ള മാക്സിമം. കാരണം ഞങ്ങൾ ഒരുപാട് പേരുണ്ട്, 150 പേരുണ്ട്. എല്ലാ ആൾക്കാരും നമ്മളിപ്പം പെട്ടെന്ന് തന്നെ കഴിഞ്ഞാലും ചില ആൾക്കാർ കാണുന്നില്ല, അല്ല എല്ലാവരും ഒന്നിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അവർ പ്രത്യേകം പറഞ്ഞിരുന്നു 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം, 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ഇവിടുന്ന് പോകാൻ വേണമെന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടപ്രദർശനം തന്നെ പറയാം. ഈ കുത്തബ് മിനാറിൻ്റെ വേറൊരു ഇതുവരെ ആളുകളെ പ്രവേശിപ്പിക്കാതിരിക്കാനുള്ള മറ്റൊരു കാരണം കൂടി അവർ പറയുന്നത് എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് പല ആൾക്കാരും ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പം അതും ഒരു കാരണമായിരിക്കാം. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറിയില്ലെങ്കിലും അതിൻ്റെ ആ പരിസരവും നമ്മളെ ആ നിർമ്മിതിയുടെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നിർമ്മിതി തന്നെയാണ്. ഒട്ടും കോൺക്രീറ്റ് പോലും ഇല്ലാതെ ഈ ഇഷ്ടിക
ഒന്നിനു മുകളിൽ ഒന്നിന് അടുക്കി വെച്ചുകൊണ്ട് ഒരുപക്ഷെ സിമെൻറ്റോ അല്ലെങ്കിൽ അന്നത്തെ എന്താണോ ഉപയോഗിച്ചത് ചാന്ത് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അർപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതിൻ്റെ ഇടയിലൊരു കോൺക്രീറ്റിൻ്റെ ഒരു അംശം പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനങ്ങനെയും നിർത്തുന്നതെന്ന് തന്നെ വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. 1368 മറ്റോ ആണ് അതിന് ഒരു പിന്നെ മിന്നൽ ഏറ്റു. 368 ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ന രാജാവായിരുന്നു. അതിൻ്റെ ഈ മിന്നലേറ്റതിൻ്റെ പേരിൽ അതിൻ്റെ മുകൾ ഭാഗം കംപ്ലീറ്റ് നശിച്ചു പോവുകയും അത് പുനർനിർമ്മിക്കുകയൊക്കെ ചെയ്തു. അത് മാർബിളാണ്. അതിൻ്റെ മേലോട്ട് ആ 5ാമത്തെ നില എന്ന് പറയുന്നത് മാർബിൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഈ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് കാണാം. ഇവിടുന്ന് നിൽക്കുമ്പോൾ ഇത് കാണുമ്പം തന്നെ നമ്മൾ ഫ്ലൈറ്റുകൾ ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. വളരെ അടുത്ത് തന്നെയാണ്, എയർപോർട്ടിന് വളരെ അടുത്ത് തന്നെയാണ് ഇത്. ഏതായാലും ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കുത്തബ് മിനാർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ചരിത്രത്തിലൊക്കെ വായിച്ച ആ കുത്തബ് മിനാർ, അന്നൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ ഗോപുരം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചത് കുത്തബ് മിനാർ എന്നാണല്ലോ. അപ്പോൾ ആ കുത്തബ് മിനാർ നമുക്ക് ഡൽഹിയിൽ പോവുകയാണെങ്കിൽ അത് കാണുക എന്നുള്ളത് ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നല്ല ചൂടുള്ള ഒരു ദിവസം കൂടിയായിരുന്നു. പക്ഷേ ഈ മരവും ഡൽഹിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിലൊക്കെ വനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്രമീകരണങ്ങളും പിന്നെ ഇങ്ങനെയുള്ള ഗാർഡനുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മൾ ചില സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ന്യൂസുകളൊക്കെ കേൾക്കാം, ഡൽഹിയിൽ പൊല്യൂഷൻ വളരെ വർദ്ധിച്ചു, അങ്ങനെ ആൾക്കാർക്ക് മാസ്കെല്ലിട്ട് നടക്കേണ്ടി വരുന്നു, വായു മലിനീകരണം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലത്തിൽ നമ്മൾ വന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി തോന്നുപോലുമില്ല. പക്ഷേ ചില സമയങ്ങളായിരിക്കും തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അവരെ കൃഷിയിടങ്ങളിലൊക്കെ കത്തിക്കുന്നതുകൊണ്ടൊക്കെ അന്ന് പറയുന്നു. എന്തായാലും ഇവിടെ വന്നപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവമൊന്നുമില്ല. അവർ പറയുന്നത് ചിലപ്പോൾ ഒരു നവംബർ മാസം ഡിസംബർ മാസത്തിലൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നു. എന്തായാലും നമ്മളൊരു പോയ സമയത്ത് വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണ്, പക്ഷേ നല്ല ചൂടുള്ളൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നമ്മൾ നിന്ന് ആ ചൂടിൻ്റെ കാഠിന്യം നമുക്ക് കുറയ്ക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഈ പറയുന്ന തണുത്ത വെള്ളവും അതുപോലെ തന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ആ റോഡ് സൈഡിലൊക്കെ വെക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ചിട്ടൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ നേരിട്ടു എന്ന് തന്നെ പറയാം. ഏതായാലും ഞങ്ങൾ പ്രവേശന സമയം കഴിഞ്ഞു. പലരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എവിടെയാണെന്ന്. ഞങ്ങൾ കുറച്ച് ലേറ്റായി. എന്തായാലും നമ്മൾ ഏതായാലും പുറത്തേക്ക് ഇറങ്ങി. മറ്റുള്ളവരൊക്കെ ഞങ്ങളെ കാത്തിരിക്കുന്നു. അവർ പുറത്ത് കുറേ ആളുകൾ ബസ് കയറി ഓൾറെഡി. പിന്നെ ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആളുകളെ വെയിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ടൂർ പോകുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ മിസ്സായി കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാർ ക്ഷമ നശിക്കുകയും അവരൊക്കെ അന്വേഷിക്കുക, എവിടെയാണെന്നൊക്കെ തരികയൊക്കെ ചെയ്യും. പുറത്തിറങ്ങിയപ്പോൾ പിന്നെ അവിടെ ഡൽഹി ചാപ്റ്ററിൻ്റെ ഭാരവാഹി മധുവേട്ടൻ്റെ മക്കൾ കുറേ സ്നാക്സൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു. ശരിക്കും എല്ലാവരും ആസ്വദിച്ച ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ഈ കുത്തബ് മിനാർ. പലരും ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ഇതിലും ഈ 1-2 ആൾക്കാർ എന്നെപ്പോലെ തന്നെ ചാനലൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. റീൽസും ഒക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ട്. അവരെങ്ങനെ റീൽസ് എടുക്കുന്നു, സ്ലോ മോഷൻ എടുക്കുന്നു. നമ്മളെ കൂട്ടത്തിലാണ്. അതല്ലാതെ മറ്റുള്ള പുറത്തുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരും റീൽസ് എടുക്കുന്നു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ റീൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആൾക്കാർ റീൽസ് എടുക്കുന്നു, അതുപോലെ വീഡിയോസ് എടുക്കുന്നു, സ്ലോ മോഷൻ, അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ കൂട്ടുകാർ പലരും ദുബായിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ റിയാദിൽ നിന്ന്, മാമെന്ന്, അങ്ങനെ പല ചാപ്റ്ററിൽ നിന്നും ആൾക്കാർ, ബാംഗ്ലൂർ ചാപ്റ്ററിൽ നിന്നുള്ള ആൾക്കാർ ഒക്കെ ഉണ്ടായിരുന്നു. ആ സന്ദർശനം ഞങ്ങൾ കുത്തബ് മിനാറിൽ നിന്ന് ഞങ്ങൾ നേരെ ലോട്ടസ് ടെമ്പിളിലേക്ക്. ഉച്ചസമയമാണ്. നമുക്ക് സംശയമാണ് അവിടെ ഈ ഉച്ചയ്ക്ക് അവിടെ തുറക്കുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു.
എന്തായാലും ശരി, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. കാരണം നമ്മളെ ഭക്ഷണമൊക്കെ ഉച്ചഭക്ഷണം ഞങ്ങൾ ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്ത് എവിടെയെങ്കിലും കഴിക്കാം. ഏതോ ഒരു കാറ്ററിംഗ് കമ്പനിയെ വിളിച്ചറിയിച്ചു, അവരവിടെ ഫുഡ് സെർവ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഒരുപാട് ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പരിപാടി ഉപേക്ഷിക്കേണ്ടി വരും എന്നൊക്കെ ഞങ്ങളിങ്ങനെ ഞങ്ങളെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ച് അങ്ങനെയാണ് പോകുന്നത്. ഡൽഹിയുടെ കാഴ്ചകൾ ഒക്കെ എൻ്റെ വീഡിയോയിൽ പകർത്തിക്കൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ലോട്ടസ് ടെമ്പിളിൽ എത്തിയതിന് ശേഷമുള്ള ബാക്കിയുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ നാളെ അടുത്ത പാർട്ടിന് വേണ്ടി ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ആ ഒരു കാഴ്ചകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.